ലോക്സഭയിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകൾ നടന്നു എന്നുള്ള ഹർജികൾ പലതും സുപ്രീം കോടതിയിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. പല രീതിയിൽ പല കോടതികളുടെ ബെഞ്ചുകളിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തെളിവുകൾ നിരവധിയാണ്. ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ കാലാവധി അത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ബോധപൂർവം ഒരു ശ്രമം നടക്കുകയാണ്. അതായത് നിലവിൽ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന ഇത്തരത്തിലുള്ള കേസുകളുടെ കാലാവധി നീട്ടിയാൽ ആ ഹർജികളിൽ വിസ്തരിക്കപ്പെടുന്ന തെളിവുകൾ വാലിഡല്ലാതായി മാറും. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗൂഢാലോചന പദ്ധതികളെ പൊളിച്ചെടുക്കാൻ പ്രതിപക്ഷം കൊണ്ടുവന്ന പല നീക്കങ്ങളെയും കേന്ദ്ര സർക്കാർ ബോധപൂർവം തകർത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കേന്ദ്ര സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നത് വളരെ നിഗൂഢമായാണ്. അമിത്ഷായും അതിന്റെ പിന്നിലുള്ള ബുദ്ധികേന്ദ്രങ്ങളും ആരൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു വരുന്നതേയുള്ളൂ. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ തലപുകഞ്ഞ് ആലോചിച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള വലിയ കുരുക്കിട്ട് കെട്ടിയിരിക്കുന്ന കേസുകളും ഇതിനകത്ത് പെടുന്നുണ്ട്. എന്തെന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിശ്ചിത ദിവസത്തിനുള്ളിൽ ഡിജിറ്റൽ തെളിവുകൾ പരിപൂർണമായി ഇല്ലാതാക്കാം. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ സഹായമാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്തു കൊടുത്തിരിക്കുന്ന ഈ വലിയ തോതിലുള്ള കൈവിട്ട സഹായമാണ് സുപ്രീം കോടതിയിൽ ഹർജികളായി എത്തിയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നത്. ജ്ഞാനേഷ് കുമാർ എന്ന കറപ്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ താറടിച്ചു കാണിക്കാനും പലരും ശ്രമിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി നിരത്തുന്ന ഈ തെളിവുകൾക്ക് വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് സുപ്രീം കോടതിയെ കൊണ്ട് കേന്ദ്ര സർക്കാർ പറയിപ്പിക്കുന്നത്. ഇതിനകത്ത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് വേറിട്ടൊരു വ്യക്തിയായി നിൽക്കുമ്പോൾ സൂര്യകാന്തിനെതിരെയും ബി.ജെ.പിക്ക് നന്നായി അരിശമുണ്ട്. ബി.ജെ.പിക്ക് അദ്ദേഹത്തോട് പകയുണ്ട്. കാരണം സൂര്യകാന്തിൽ നിന്നും ബി.ജെ.പി അനുകൂലമായ നീക്കങ്ങളാണ് പ്രതീക്ഷിച്ചിരുന്നത്. സൂര്യകാന്ത് ബി.ജെ.പിയുടെ ഒരു കളിപ്പാവയായി നിൽക്കുമെന്ന ധാരണയോടുകൂടി പല അണ്ടർസ്റ്റാൻഡിങ്ങും നടത്താമെന്ന വിചാരമുണ്ടായിരുന്നു. ആ ധാരണകളൊക്കെ സൂര്യകാന്ത് എന്ന ജസ്റ്റിസ് തിരുത്തിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സഞ്ജീവ് ഖന്നയും ബി.ആർ. ഗവായും നടന്ന അതേ പാതയിലൂടെ സൂര്യകാന്തും നടക്കുന്നു എന്നത് ബി.ജെ.പിക്ക് കടുത്ത തിരിച്ചടിയാണ്.